പ്രിയമുള്ള ആരോഗ്യ പ്രവർത്തകരെ, ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ഇവിടെ കൂടിയിരിക്കുകയാണ്. DMOയും JPHന്മാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും. ശരിക്കും നിങ്ങളാണ് ജനങ്ങളിലോട്ട് നേരിട്ടെത്തുന്ന ആളുകളും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതും. ഞാനിപ്പോൾ ഡോക്ടർ ഉണ്ണികൃഷ്ണയിൽ നിന്ന് മനസ്സിലാക്കിയത് തൃശ്ശൂരിലെ ഇമ്മ്യൂണൈസേഷൻ കവറേജ് 95%. അതിൽ കാരണക്കാർ നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. കാരണം അതിൻ്റെ തൊട്ടടുത്തുള്ള മലപ്പുറത്ത് 62%. ഈ 62% മലപ്പുറത്തിൻ്റെ തൊട്ട് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 90% അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 90-നെ 100-നോട്ട് എത്തിക്കാൻ കഴിവുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ മലപ്പുറത്തെ ഈ 60% നമ്മളെ ഭീതിപ്പെടുത്തുന്നത് എന്തുകൊണ്ടെന്നാൽ അവിടെ കുട്ടികൾ രോഗാതുരരായിട്ട് വീഴുകയും മരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കൊക്കെ 1-2 കുട്ടികളേ ഉള്ളൂ. ആ കുട്ടികളെ ആരെങ്കിലും കൊലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇടപെടാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ ഇടപെടലാണ് ഇന്നിവിടെ DMO നിങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഇവിടെ നടത്തുന്നത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനം. സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഒരു ശരാശരി ഇന്ത്യക്കാരൻ 40 വർഷമേ ജീവിക്കുള്ളായിരുന്നു. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി വളരെയധികമായിരുന്നു. അതൊക്കെ ഇല്ലാതാക്കിയത് ഇന്നൊരു കേരളീയൻ 10-75 വർഷം ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അന്ന് തൊട്ടേ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ആ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. ആ പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടി ചില ഭ്രാന്തന്മാർ പ്രചരണം നടത്തുന്നുണ്ട്. അത് തിരിച്ചറിയേണ്ട സമയമാണ്. നേരിട്ട് പറയാം, ജെയിംസ് വടക്കഞ്ചേരി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പറയുന്നത് വാക്സിൻ കൊടുക്കുന്നത് അപകടകരമാണ്, അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അയാൾ ഇത്രയും നാൾ ജീവിച്ചിരിക്കുന്നത് അയാളുടെ ചെറുപ്പകാലത്ത് ചിലപ്പോൾ വാക്സിൻ കിട്ടിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾ പോലും മരിച്ചു പോയേനെ. ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അയാൾക്ക് 5 ആശുപത്രികൾ അയാൾ സ്വയം നടത്തുന്നുണ്ട്. പ്രകൃതി ചികിത്സാ ആശുപത്രി എന്ന നിലയിൽ 5 നിലയുള്ള ഒരു ആശുപത്രി അടക്കം എറണാകുളത്ത് നടത്തുന്നുണ്ട്. ഇവിടെയൊക്കെ ആളുകളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പരസ്യങ്ങൾ വേണം. നമ്മളിങ്ങനെ പരസ്യം കെടുക്കുന്ന ആളുകളെയാണ് നമ്മൾ വിശ്വസിക്കുക. അതാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. TV-യിൽ ഇയാളെ കാണുന്നു, അപ്പോൾ ഇയാളൊരു ഭയങ്കരനാണെന്ന് വിചാരിക്കുന്നു, ഇയാളുടെ അടുത്ത് പോകുന്നു, പൈസ മുഴുവൻ അവിടെ കൊടുക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പുറത്തിറങ്ങുന്നു. വാട്സപ്പിലൊക്കെ ഒരു വീഡിയോ നടക്കുന്നുണ്ട്, മതം ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രചരണമാണ്. അതിനകത്ത് പറയുന്നത്, നിങ്ങൾ ഗർഭാവസ്ഥയിലുള്ളപ്പോൾ നിങ്ങൾക്ക് വേണ്ട വാക്സിനുകളെല്ലാം അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്, അത് ഗർഭാവസ്ഥയിൽ തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് ആരും വാക്സിൻ തരേണ്ടതില്ല. ഒരു മൗലാന ഹാജിയാർ ആണ് ഈ പ്രസംഗിക്കുന്നത്. ഈ മനുഷ്യൻ ഹജ്ജിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ സൗദി അറേബ്യയിലെ എയർപോർട്ടിൽ പോളിയോ വാക്സിൻ ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് വിസ കിട്ടണമെങ്കിൽ ഇവിടെ യെല്ലോ ഫീവറിൻ്റെ വാക്സിനേഷൻ കൊച്ചിയിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് ഇവിടെയുള്ള ആളുകൾ വാക്സിൻ എടുക്കണ്ട എന്ന് വാട്സപ്പിലൂടെ പ്രചരിക്കുന്നത്. അതിനെയാണ് നിങ്ങൾ നേരിടേണ്ടത്. നമ്മൾ ഇത്തരം ആളുകളെ ക്രിമിനലുകളാണ് എന്ന് കണ്ടെത്തിയിട്ട് നേരിടേണ്ടി വരും. നമുക്ക് സൗമ്യമായിട്ട് ഇത്തരം ആളുകളോട് പറയാൻ പറ്റില്ല. അതാണ് കഴിഞ്ഞ ഒരു TV ഡിസ്കഷനിൽ മന്ത്രി പറഞ്ഞത്, ഇയാളെ വേണമെങ്കിൽ നമ്മൾ അകത്താക്കുകയും ചെയ്യും. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ പേപ്പട്ടി കടിച്ചാലേ ഞാൻ വാക്സിൻ എടുക്കില്ല എന്ന്. അപ്പം മന്ത്രി പറഞ്ഞത്, പേപ്പട്ടി കടിച്ചാൽ നിങ്ങൾ മരിക്കുന്നത് ഞങ്ങൾക്ക് വിഷയമല്ല, പക്ഷേ നിങ്ങൾക്ക് പേ ബാധിച്ചിട്ട് നിങ്ങൾ വേറെ ആളെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിർബന്ധമായി ഞങ്ങൾ വാക്സിൻ എടുക്കുമെന്നാണ്. ഇങ്ങനെ കരുത്തോടെ ഇത്തരം കാര്യങ്ങളെ നേരിടേണ്ട ഒരു സമയമാണിത്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ വളരെ കരുത്തോടു കൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ, ഒരാൾ വാക്സിൻ വേണ്ട എന്നാൽ വേണ്ട എന്ന് പറഞ്ഞു ശരി വിടുക അല്ല വേണ്ടത്. കാരണം ഒരാൾക്ക് അയാളുടെ മകന് വാക്സിൻ വേണ്ട എന്ന് പറയാൻ അവകാശമില്ല. കാരണം ആ കുട്ടിയുടെ ചൈൽഡ് റൈറ്റാണ്. ചൈൽഡ് റൈറ്റ് വയലേറ്റ് ചെയ്യാൻ ഒരു പിതാവിനും അധികാരമില്ല. അപ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ കൊല്ലാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇടപെടേണ്ട ചുമതല നിങ്ങൾ ഓരോരുത്തരുടേതുമാണ്. അത് നമുക്ക് നിയമ സംവിധാനങ്ങളുണ്ട്, ആ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. നമുക്ക് തൃശ്ശൂരിനെ തൃശ്ശൂരായിട്ട് തുടരുവാനുള്ള പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ട്. അതിന് നിങ്ങൾ എല്ലാവർക്കും കഴിവുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.